ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെഹെസ്കേൽ പ്രവചനം അതിന്റെ 36, 37, 38, 39 എന്നീ 4 അധ്യായങ്ങൾ അന്ത്യകാല സംഭവങ്ങളാണ്. അതൊക്കെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതും അതേസമയം ലോകരാജ്യങ്ങളെയെല്ലാം ബാധിക്കുന്നതുമായ കാര്യങ്ങളുമാണ്. ഈ അധ്യായങ്ങളിൽ കൂടി വെളിപ്പെട്ടു വരുന്നത് 3 ലോക മഹായുദ്ധങ്ങളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. 3ാമത് നടക്കാൻ പോകുന്ന ഒരു ലോക മഹായുദ്ധത്തിനു വേണ്ടിയാണ് ഇന്ന് സർവ ലോകവും അതിന്റെ സന്നാഹങ്ങളോടെയാണ്, അതിന്റെ ഒരുക്കത്തോടെയാണ് ഇപ്പോൾ അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം ആരംഭിക്കുന്നത് പർവ്വതങ്ങളോട് പ്രവചിച്ചും കൊണ്ടാണ്. അത് യഹോവയുടെ വചനങ്ങളാണ്. എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രവചനം തുടർന്ന് പട്ടണങ്ങളോടും മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടുമായിട്ട് തുടരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രവചനത്തിന്റെ ഉദ്ദേശമോ അത് മടങ്ങി വരുന്ന തന്റെ ജനമായ ഇസ്രായേലിന് ആവശ്യം വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യമായിരുന്നു. 37-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവചനം അസ്ഥികളോടാണ്. പ്രത്യാശയ്ക്ക് ഭംഗം വന്നവർ, ഞങ്ങൾ തീരെ മുടിഞ്ഞുപോയി എന്ന് പറയുന്ന ഇസ്രായേലിന് ജീവൻ കൊടുക്കണം, അവർക്ക് പ്രത്യാശ ഉണ്ടാകണം. അതിനായിട്ട് കാറ്റിനോട് പ്രവചിക്കുവാനായിട്ട് പ്രവാചകനോട് പറയുകയാണ്. അങ്ങനെ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ അവർക്ക് ശ്വാസം വരികയാണ്. ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നു. അതിനായിട്ട് മഹാദൈവം 2 ലോക മഹായുദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തി അത് ഇസ്രായേലിന്റെ സ്വന്തം രാജ്യം അവർക്ക് മടക്കി കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അടുത്തത് 38-ാം അധ്യായമാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവചനം ഒരു വ്യക്തിക്ക് നേരെയാണ്. റോഷ്, മേശേക്ക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തു നിന്നും വരുന്ന ഒരു ഗോഗ് എന്ന ഒരു ലോക നേതാവിനോടാണ്. ആ വ്യക്തിയെ ഇസ്രായേലിനെതിരായിട്ട് ഒരു മഹായുദ്ധത്തിനായിട്ട് ദൈവം ക്ഷണിക്കുന്നതായിട്ടും നമുക്ക് കാണാം. പ്രവചനം 39-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് 38-ലെ പ്രവചനത്തിന് അതിന്റെ ഒരു തനി ആവർത്തനമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ നേരിയ വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. പ്രവചനം 38-ൽ ആരംഭിക്കുന്നത് മാഗോഗ് ദേശത്തിലെ ഗോഗിനോടാണെങ്കിൽ അത് 39-ൽ കടക്കുമ്പോൾ റോഷ്, മേശേക്ക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗിനോടാണ്. മാഗോഗ് ദേശത്തിലെ ഗോഗിനെ അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ടാകാം. 38-ലും 39-ലും പറയുന്ന ഗോഗ് ഒരു വ്യക്തിയാണോ, അതോ 2 വ്യക്തികളാണോ, അതോ ഒരു വ്യക്തി തന്നെ വലിയ അധികാരത്തോടെ രണ്ടാമത് കടന്നു വരുന്നതാണോ? ആ പറഞ്ഞതിനോടാണ് കൂടുതൽ ആൾക്കാർ യോജിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. അതുകൊണ്ട് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന് വായിക്കണം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. ആമേൻ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 7 മലയെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ 7 മല അത് 7 രാജാക്കന്മാരാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് കാണുമ്പോൾ 7 രാജ്യത്വമാണ് ഇവിടെ കാണേണ്ടത്. തുടർന്ന് പറയുകയാണ് 7 സാമ്രാജ്യങ്ങളിൽ 5 പേർ വീണുപോയി. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. കാരണം കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് യോഹന്നാനാണ്. അതുകൊണ്ട്
യോഹന്നാന്റെ കാലത്ത് നിന്നുകൊണ്ട് വേണം വീണുപോയ 5 രാജ്യത്വം അഥവാ 5 സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കേണ്ടത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സാമ്രാജ്യം അത് യാക്കോബിന്റെ സന്തതികളായ ഇസ്രായേലിനെ 430 വർഷം ഭരിച്ച് അടിമത്തത്തിലാക്കിയ ഫറവോന്റെ സാമ്രാജ്യമാണ്, മിസ്രൈം സാമ്രാജ്യം. രണ്ടാമത്തേത് അശൂർ അഥവാ അസീറിയൻ സാമ്രാജ്യമാണ്. അസീറിയൻ സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ അവർ പിടിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചത്. മൂന്നാമത്തേത് ബാബിലോണിയൻ സാമ്രാജ്യം. ആ കാലഘട്ടത്തിലായിരുന്നു ദേവാലയത്തെ അവർ നശിപ്പിക്കുകയും അവരുടെ രാജ്യത്വത്തെ ഇന്നു അത് എടുത്തുകളയുകയും ചെയ്ത ആ കാലഘട്ടം. നാലാമത്തേത് പേർഷ്യ മേധ്യ സാമ്രാജ്യം. പിന്നീട് 5ാമത്തേത് ഗ്രീക്ക് സാമ്രാജ്യം. അങ്ങനെ 5 സാമ്രാജ്യങ്ങൾ യോഹന്നാന്റെ കാലത്തിന് തൊട്ട് പുറകിൽ വരെ ഈ ഭൂമിയിൽ സംഭവിച്ച കാര്യമാണ് 5 പേർ വീണുപോയി എന്ന് പറയുന്നത്. പിന്നീട് പറയുകയാണ് ഒരുത്തനുണ്ട്, അത് യോഹന്നാന്റെ കാലത്തുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യമാണ്, അത് 6ാമത്തെ സാമ്രാജ്യം. അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ പിന്നെ അവൻ കുറഞ്ഞുവന്ന് ഇരിക്കേണ്ടതാകുന്നു. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ അതൊരു വ്യക്തിയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ വ്യക്തിയുടെ സർവ്വ ആധിപത്യത്തോടു കൂടിയുള്ള ഒരു രാജ്യത്വത്തെ കൂടി അവിടെ കാണിക്കുന്നുണ്ട്. അവൻ ഇതുവരെ വന്നിട്ടില്ല. 7ാമത്തെ രാജ്യത്വം, അതിനെപ്പറ്റി ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം അതിന്റെ 7ാം അധ്യായത്തിന്റെ 24 അവിടെ പറയുന്നു, ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷമോ, പിന്നീട് പറയാണ് അവരുടെ ശേഷമോ മറ്റൊരുത്തൻ എഴുന്നേൽക്കും. പ്രിയരെ, ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. 10 രാജാക്കന്മാർക്ക് 3.5 വർഷങ്ങളുടെ ഒരു കാലാവധി ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് അനുമാനിക്കാം. ദാനിയേൽ പ്രവചനം അതിന്റെ 9ാം അധ്യായത്തിന്റെ 27 പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചെറുകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. പ്രിയരെ, വരാനിരിക്കുന്ന 7ാമത്തെ സാമ്രാജ്യത്തിൽ ലോകപ്രഭുക്കളായ 10 രാജാക്കന്മാരടങ്ങുന്ന ഒരു ഏക ലോക ഗവൺമെന്റ് ഭരിക്കുമെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭരണകാലാവധി എന്ന് പറയുന്നത് മൊത്തം 7 വർഷമായിരിക്കും. എന്നാൽ അതിൽ തന്നെ അതിന്റെ ആദ്യ പകുതിയായ 3.5 വർഷവും അതിന്റെ 2ാം പകുതിയായ 3.5 വർഷവും അവിടെ നമുക്ക് വചനത്തിൽ കൂടി വെളിപ്പെട്ടു വരുന്നുണ്ട്. യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 6ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ 4 കുതിരകളെയും അതിന്റെ പുറത്തിരുന്ന് കടന്നു വരുന്നതായിട്ടുള്ള 4 മനുഷ്യരെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ 13ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടർന്ന് കാണുന്നത് മനുഷ്യ സ്വഭാവം വിട്ടുപോയ ഒരു മൃഗത്തെയാണ്. 7ാമൻ ഇതുവരെയും വന്നിട്ടില്ല, വന്നാൽ പിന്നെ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. പ്രിയരെ, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ഭൂമുഖത്തെ പലവിധ ആഗോള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17ാം അധ്യായത്തിന്റെ 13 പറയുന്നത് ഇവർ ഒരേ അഭിപ്രായമുള്ളവർ എന്നാണ്. ഈ ഒരേ അഭിപ്രായമുള്ള ഈ സംഘടനകളുടെ എല്ലാം ഏക ലക്ഷ്യം, പ്രിയരെ, ഒരു ഏകലോക ഗവൺമെന്റും അതിലൊരു സിംഹാസനവും അതിൽ ഇരിപ്പാൻ ഒരുവരുമാണ്. ഇന്ന് ഈ സംഘടനകളെല്ലാം ലോകരാജ്യങ്ങൾ ഓരോന്നിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നുണ്ടോ? പാമ്പിന്റെ ബുദ്ധിയും കുറുക്കന്റെ കൗശലവും അത് ഒത്തുചേർന്നാൽ ഏതിനെയും വീണുപോകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പാമ്പിരിയെ വിഴുങ്ങുന്നത് പോലെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകലോക ഗവൺമെന്റിന്റെ അടിസ്ഥാനം ഇപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞു. ഇതിൽ നിന്നും ദൈവസഭയ്ക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നമ്മുടെ കർത്താവിന്റെ ഒരു ഏറ്റവും അടുത്ത നിമിഷത്തിലേക്ക് നമ്മൾ ആയിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വിശ്വാസത്യാഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവസഭകളുടെ ഇന്നത്തെ എന്താണ്? കർത്താവിന്റെ വരവിന് ഒരുക്കമാണോ? പാമ്പിന്റെ കടിയേറ്റ് മയങ്ങിപ്പോയതായിട്ടുള്ള ആ ദൈവസഭയെ അതിനെ ചികിത്സിച്ചു രക്ഷിപ്പാൻ കഴിയുന്ന ഗിലെയാദിലെ സുഗന്ധ തൈലം ഇന്ന് എവിടെ? ഇളക്ക പെരുക്കമല്ല പ്രിയരെ ഉണർവേ, ക്രിസ്തുവിൽ വസിക്കുന്നതാണ് അതാണ് ഉണർവേ. ഏഴാമത്തവന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏഴാമത്തവൻ എപ്പോൾ വരും? അവന്റെ വരവിനായിട്ട് ലോകം ഒന്നടങ്കം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നാം കാണുന്ന ക്രമസമാധാന തകർച്ച, സമ്പദ്ഘടനകളുടെ തകർച്ച, ധാർമ്മിക മൂല്യങ്ങളുടെ ശോഷിപ്പ്, കുടുംബ സംവിധാനങ്ങളുടെ തകർച്ച, യുദ്ധങ്ങളുടെ പുറപ്പാടുകൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ആരുടെയോ സൃഷ്ടിപ്പുകളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊന്നും യാദൃച്ഛികങ്ങളല്ല, ആസൂത്രിതങ്ങളാണ്. വരാൻ പോകുന്ന ലോകമഹായുദ്ധത്തിന്റെ അണിയറ ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അത് 7 തലയും 10 കൊമ്പുമുള്ള ഏഴാമനായ ഒരു മൃഗത്തിന്റെ രംഗപ്രവേശത്തിന് വേണ്ടിയുള്ളതാണ്. അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ പറയുന്ന ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം വരുവാൻ പോകുന്ന 7ാമത്തെ സാമ്രാജ്യത്തിലുള്ളവരാണ്. അപ്പോൾ തന്നെ 7 തലകളിൽ മുറിവേറ്റ ഒരു തലയുമാണ്. വാളാൽ മുറിവേറ്റവനെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും 2 ഇടത്ത് ഇവനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വാളാൽ മുറിവേറ്റു എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടവനാണ്, ആ യുദ്ധത്തിൽ മുറിവേറ്റവനാണ്. ഇവനാണ് 8ാമനായി കടന്നു വരുന്നതായിട്ടുള്ള ഘോരമൃഗം. അവന്റെ സ്വഭാവം വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 2-ൽ പറയുന്നുണ്ട്. 8ാമനായി കടന്നു വരുന്ന ഗോഗ് എന്ന മേധാവി ലോകമാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും കയറി വരുന്നവനാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേൽ പ്രവാചകൻ തന്റെ ആ ദർശനത്തിൽ കണ്ട 4 മൃഗങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു രൂപമാണ് യോഹന്നാൻ അവനിൽ കാണുന്നത്. സിംഹത്തിന്റെ ഗൗരവവും അതിന്റെ സർവാധിപത്യവും കരടിയുടെ ആക്രമണ ശക്തിയും പുള്ളിപ്പുലിയുടെ വേഗതയുമുള്ള അതിഘോരമായൊരു മൃഗത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. മൃഗരാഷ്ട്രത്തിന്റെ 7 വർഷങ്ങളുടെ 2ാം പകുതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ 8ാമനെ ദൈവം അനുവദിച്ചു കൊടുത്ത കാലവധി 1260 ദിവസങ്ങൾ മാത്രമാണ്. അഥവാ സർവനാശത്തിന്റെയും 3.5 വർഷങ്ങളാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഗോഗന് മുറിവേറ്റത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെഹെസ്കേൽ ആ പ്രവചനത്തിന്റെ 38-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഗോഗ് ഇസ്രായേലിന് നേരെ ഒരു മഹാസമൂഹത്തെയും കൂട്ടി യുദ്ധത്തിനായി കടന്നു വരുമെന്ന് അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. മേഘം പോലെ നീ എന്റെ ജനമായി ഇസ്രായേലിന് നേരെ വരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വായുമാർഗമായി വരുന്ന കാര്യമാണ്. ഒപ്പം കരമാർഗമായിട്ടും കടൽ മാർഗമായിട്ട് സകല സൈന്യങ്ങളോടും സർവ്വസന്നാഹങ്ങളോടും കൂടി അവൻ അവിടെ കടന്നു വരും. ആ സമയത്ത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് നോക്കണം. ആ കാലത്തെ ഇസ്രായേൽ അവരുടെ ശക്തിയിലും ബലത്തിലും ഉന്നതന്മാരായിരിക്കും. ആയുധ ബലത്തിലും യുദ്ധ സംവിധാനങ്ങളിലും പ്രതാപമാർന്ന ഒരു കാലമായിരിക്കും എന്ന് ഇസ്രായേലിനെ പറ്റി സെഖര്യാവിന്റെ 12-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാമോ? അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും യെരൂശലേമിന് സ്വസ്ഥാനത്ത് യെരൂശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ആമേൻ. മതി. യഹൂദ മേധാവികൾ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും എന്ന് പറഞ്ഞാൽ, പ്രിയരെ, കടന്നു വരുന്ന ശത്രുക്കളുടെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയാലും അവർക്കെതിരായി കടന്നു വരുന്ന സകല ജാതികളെയും
ഇസ്രായേൽ തിന്നുകളയുമെന്നൊരു പ്രയോഗം എത്ര ശക്തമായിട്ടാണ് തമ്പുരാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 8-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പറയുന്നു, അന്നാളിൽ ഞാൻ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയുമായിരിക്കും. അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. 7-ാമനായി ഗോഗ് ഇസ്രായേലിന് നേരെ കടന്നു വരുമ്പോൾ അവനോടുകൂടെ കടന്നു വരുന്ന പ്രധാന പങ്കാളികൾ ആരൊക്കെയാണെന്ന് തരംതിരിച്ച് ആ 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്, എന്തിനാണ് ഗോഗ് തന്റെ സമൂഹങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്? യെഹെസ്കേൽ 38-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും. ഒന്ന് വായിക്കാമോ? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്കു നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിനും. അവിടെ വായിച്ച് നമ്മൾ കേട്ടതേ, ചില പ്രത്യേക ഉദ്ദേശങ്ങളോടും കൂടിയാണ് ഗോഗ് ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് വരുന്നത്. അവന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. ആ ആലോചനകൾ അത് പ്രായോഗികമാക്കി തീർക്കുവാൻ വേണ്ടി അവൻ ദുരുപായം നിരൂപിക്കും. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. പ്രിയരെ, ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ പ്രദേശങ്ങളിൽ അവർ നടത്തിയ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയത് കണക്കില്ലാത്ത എണ്ണയുടെ നിക്ഷേപങ്ങളാണ്. ഓയിൽ ആൻഡ് ഗ്യാസിന്റെ വലിയൊരു ശേഖരം ആ രാജ്യത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവർ അത് ഇതുവരെയും വേണ്ട വിധത്തിൽ ഖനനം ചെയ്തു തുടങ്ങിയിട്ടില്ല. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 1/3 നിക്ഷേപമാണ് അവർ അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ആ ചാവുകടലിന്റെ നിക്ഷേപങ്ങൾ വേറെയുമുണ്ട്. ധാതുക്കളുടെ കലവറയാണ് ചാവുകടൽ. ട്രില്യൻസിന്റെ വിലമതിപ്പുള്ള സമ്പത്തുകൾ മുഴുവനും കൊള്ളയിടണം, അത് സ്വന്തമാക്കണം. അതോടെ ലോക ആധിപത്യം എക്കാലവും അവരുടെ പക്കൽ നിന്നും മാറിപ്പോവുകയില്ല. ഇസ്രായേലിലേക്ക് എത്താനുള്ള ദുരുപായം അതുണ്ടാക്കണം. അതാ അവർ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഇസ്രായേലിന് ചുറ്റുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ അവർ ഇസ്രായേലിനെതിരാണ്. അത് ഗോഗിന് നന്നായിട്ട് അറിയാം. 83-ാം സങ്കീർത്തനം അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കും, നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാചരണം കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായി ഇരിക്കത്തക്കവണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. ആമേൻ. ചുറ്റുമുള്ളവർ പ്രിയരെ, അവർ ആരാണ് നമുക്കറിയാം. അവരെക്കാലവും അവർ ഇസ്രായേലിന് നേരെ ഉപായം വിചാരിക്കുകയും ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നവരാണ്. ഇസ്രായേലിനെ അവരുടെ പേർ പോലും കേൾക്കാത്ത വിധം ഈ ഭൂമിയിൽ നിന്നും മുടിച്ചു കളയണം. അതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെ അനേക യുദ്ധങ്ങൾ അവരുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. 1940-കളിൽ ആ കാലയളവിൽ തുർക്കിയുടെ പ്രധാന ഇമാം ഹിറ്റ്ലറുമായി പല തവണ കൂടിക്കാഴ്ച നടത്തി. എന്താണ് കാരണമെന്നറിയാമോ? ഇസ്രായേൽ എന്ന ഈ വർഗം ഈ ഭൂമിയിൽ ഉണ്ടാകരുത്, വംശനാശം അവർക്കുണ്ടാകണം. ഇന്ന് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇറാനും അവരുടെ കൂട്ടരുമാണ്. അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി റഷ്യയുമായി ചേർന്ന് ആണവ നിലയങ്ങൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളുടെ മനോവികാരം ഇസ്രായേലിനെതിരായി മുതലെടുക്കുക, അത് റഷ്യയുടെ ആലോചനയാണ്. അതിനായിട്ട് അവർ ദുരുപായങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ലക്ഷ്യം വെച്ചാൽ ഇന്ന് സിറിയൻ യുദ്ധത്തിന്റെ ആ മറവിൽ മാഗും ഗോഗും ഇസ്രായേൽ പർവ്വത നിരകൾക്ക് അടുത്തുവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രവചന നിവൃത്തിപ്പാണ്. സിറിയ ഇന്ന് റഷ്യയുടെ താവളമാണ്. ഇതുകൂടാതെ ലോകരാജ്യങ്ങൾക്ക് പാലസ്തീനോടുള്ള ആ സഹതാപം, ഒപ്പം ഇസ്രായേലിനോടുള്ള എതിർപ്പ്, ഇതെല്ലാം കൂടെ മുതലെടുക്കുവാൻ റഷ്യ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി യുണൈറ്റഡ് നേഷനിൽ പാസ്സാക്കിയിട്ട് അത് നടപ്പിലാക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു പ്രമേയം,
അത് ഇസ്രായേലിന് എതിരായിട്ട് ഇപ്പോഴും സജീവമായിട്ടുണ്ട്. ആ കാര്യം നാം മറന്നു പോകരുത്. ജോർദാൻ കൈവശം വെച്ചുകൊണ്ടിരുന്ന ജെറുസലേം 1967 ഇസ്രായേൽ തിരിച്ചു പിടിച്ചിരുന്നു. അത് പാലസ്തീന് വിട്ടുകൊടുക്കണം. ഒപ്പം ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രായേലിന്റെ കുടിയേറ്റങ്ങളും അത് ഗോലാൻ പ്രദേശങ്ങളും വിട്ടുകൊടുത്തിട്ട് 1967 പുറകിലുള്ള അതിർത്തി രേഖയിലേക്ക് ഇസ്രായേൽ പിന്മാറണം. ഇതായിരുന്നു എതിരില്ലാതെ യുണൈറ്റഡ് നേഷനിൽ പാസാക്കിയ ആ പ്രമേയം. ആ പ്രമേയത്തിന്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ അപ്പോൾ തന്നെ പാടെ നിഷേധിച്ചും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പാലസ്തീൻ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അത് യുദ്ധം മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നേരിട്ട് മുട്ടുവാൻ ഒരു രാജ്യത്തിനും ഇപ്പോൾ ശക്തിയില്ല, ധൈര്യവുമില്ല. കാരണം ഇസ്രായേൽ അത്രയ്ക്ക് ശക്തരാണിപ്പോൾ. എന്നാൽ പ്രിയരി, അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഗോഗ് നേതാവായി വരുവാനായിട്ട് ഇനി അധികം കാലമില്ല, അധികം കാലതാമസവുമില്ല. അതിന്റെ മുന്നോടിയായിട്ട് ഇറാനും തൽപര കക്ഷികളായ ഹമാസും ഹിസ്ബുള്ളയും അവരോടൊപ്പം യമനും ഖത്തറും ലെബനോനും സിറിയയും കൂടാതെ സമാന മനോഭാവമുള്ള മറ്റ് രാജ്യങ്ങളോടുമായിട്ട് റഷ്യ ഇന്ന് ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ തന്നെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രവൃത്തിയാണ് റോമന്റെ അധിപതിയായ മാർപ്പാപ്പ ചെയ്തത്. അതെന്താണ്? യെരുശലേമിനെ പാലസ്തീന്റെ തലസ്ഥാനമായിട്ട് റോം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോറ്റുപോയ നാസി പടത്തലവന്മാർക്ക് അഭയം കൊടുത്ത റോമിൽ നിന്നും ഇതിൽ കൂടുതലായിട്ട് ഇസ്രായേലിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? യാഫേത്തിന്റെ മകനായ ഗോമേർ എന്നും യാക്കോബിന്റെ സന്തതികൾക്ക് ശത്രുക്കളായിരുന്നു. അശൂറിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയരെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുണ്ട്. അത് ഗോഗ് അവന്റെ മഹത്തുക്കളോടുകൂടി ചേർന്ന് വലിയൊരു സമൂഹത്തെ കൂട്ടി ഇസ്രായേൽ ദേശത്തെ ആക്രമിച്ച് കൊള്ളയിടാനായിട്ട് കടന്നു വന്ന് ആമേൻ അവിടെ ആക്രമിക്കുമ്പോൾ ഗോഗിന്റെ ദുരാലോചന എന്താണെന്ന് ലോകമെന്നറിയും. അപ്പോൾ ഗോഗിനെതിരായി ചിലർ സംസാരിക്കുന്നത് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എസെക്കിയേൽ അതിന്റെ 38 അധ്യായത്തിന്റെ 13 വാക്യം ഒന്ന് വായിക്കാമോ? എഹെസ്കേൽ 38:13. ശേബയും ദദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആമേൻ. അവർ ആരാണെന്ന് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു. ആരാണ്? ഷേബയും ദേദാനും. ഈ ഷേബയും ദേദാനും ആരാണ്? അവരെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഒന്ന് വായിക്കാമോ? അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെദൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാഖ്, ഷൂവക് എന്നിവരെ പ്രസവിച്ചു. യക്ഷാൻ ഷേബയെയും ദദാനെയും ജനിപ്പിച്ചു. ദദാന്റെ പുത്രന്മാർ അശൂരും ലത്തൂശും ലെയുമിയും എന്നിവർ. മിദ്യാന്റെ പുത്രന്മാർ ഏഭ, ഏദേർ, ഹാനോക്ക്, അബീദ, എൽദാഗ എന്നിവർ. ഇവർ എല്ലാവരും കെദീറയുടെ മക്കൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. ആമേൻ. സാറായുടെ മരണാനന്തരം അബ്രഹാം മറ്റൊരു വിവാഹം നടത്തി. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവളുടെ പേരാണ് കെദൂറ. അബ്രഹാമിന് കെദൂറയിലുണ്ടായ മക്കളാണ് ഷേബയും ദേദാനും. അബ്രഹാം അവർക്ക് ഇസഹാക്കിനോട് ഓഹരി ഒന്നും കൊടുക്കുന്നതായിട്ട് അവിടെ പറയുന്നില്ല. എന്നാൽ അവർക്ക് ദാനങ്ങൾ കൊടുത്തിട്ട് ഇസ്രായേലിന് കിഴക്കുള്ള പ്രദേശങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അവരാണ് പ്രിയരെ ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യ, ഒമാൻ, UAE, ബഹ്റിൻ തുടങ്ങിയതായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ. ഈ അടുത്ത കാലം വരെയും ഇവർ ഇസ്രായേലിന്റെ ബദ്ധ ശത്രുക്കളായിരുന്നു. അവരെ ഇസ്രായേലിനോട് ദൈവത്തിന് അനുകൂലമാക്കി തീർക്കണം. അവരെ എങ്ങനെ അനുകൂലമാക്കി തീർക്കുക എന്നത് ദൈവ പദ്ധതിയും അത് പ്രവചന നിവർത്തിപ്പുമായിരുന്നുവെന്ന് പലരും അറിഞ്ഞിട്ടില്ല. അതിനായിട്ട് ഒബാമയുടെ ഭരണകൂടത്തെ തകർത്ത് ട്രംപിന്റെ ഭരണകൂടത്തെ അമേരിക്കയിൽ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നെയായിരുന്നു. ട്രംപിൽ കൂടി ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്ന്
യെരുശലേം ഇസ്രയേലിന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കണം. മറ്റൊന്ന്, ശത്രുക്കളായിരുന്ന അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായി നിരപ്പാക്കുക, ശത്രുത്വം മാറ്റി അവരെ മിത്രങ്ങളാക്കി തീർക്കുക. ഇത് രണ്ടും സാധിച്ചു. ഇന്ന് ഇസ്രായേലിന്റെ എംബസികൾ അറബ് രാജ്യങ്ങളിൽ ഇദംപ്രദമായി സ്ഥാപിക്കുവാനായിട്ട് അതുവഴിയായിട്ടിടയായി. അത് പ്രവചന നിവർത്തിപ്പായിരുന്നു. കാരണം എന്താ? പ്രവചനം ആ പ്രവചനപ്രകാരം മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളോട് ചേർന്ന് ഗോഗിനോട് കൂടി ചേർന്നിട്ട് ഇവരെല്ലാവരും യുദ്ധത്തിന് വരേണ്ടതാണ്. എന്നാൽ അവർ ആ യുദ്ധത്തിന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ. അടുത്തത് തർശീശ് വാർത്തകരാണ്. അവർ ആരാണ്? പ്രിയരെ, ഇവർ ഇന്നത്തെ ബ്രിട്ടനും അവരുടെ ബാലസിംഹങ്ങൾ എന്നറിയപ്പെടുന്ന അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളുമാണ്. ഇവരാരും ഗോഗിന്റെ കൂടെ പുറപ്പെട്ടു വരുന്നതായിട്ട് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടില്ല. ഷേബയും ദേദാനും തർശീശ് വാർത്തകരും അവർ ഗോഗിന്റെ പ്രവൃത്തിയെ അന്ന് ചോദ്യം ചെയ്യും. അവർ ചോദ്യം ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. പ്രിയരെ, ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് ഗോഗും കൂട്ടരും ദേശത്തെ ആക്രമിക്കുമ്പോൾ അവർ ഗോഗിന്റെ നേരെ മാരക ആയുധങ്ങൾ പ്രയോഗിക്കുന്നതായിട്ട് സെഖര്യാവിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് അണുവായുധ ഒരു യുദ്ധമാകാം, അല്ലെങ്കിൽ കെമിക്കൽ വാറാകാം, അല്ലെങ്കിൽ ബയോളജിക്കലോ അല്ലെങ്കിൽ ലേസർ വെപ്പണോ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരിക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം ഒന്നിച്ചു ഉപയോഗിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധ ഉപകരണമായിരിക്കാം. ഏതായാലും അവരുടെ ശക്തി അവിടെ പ്രയോഗിക്കുമെന്ന് വ്യക്തമാണ്. ഇവിടെ ദൈവം ഇസ്രായേലിന് തുണ നിൽക്കുകയാണ്. സെഖര്യാ പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2 പറയുന്നത് സർവശക്തനായ ദൈവം ഗോഗിനും കൂട്ടർക്കും പരിഭ്രമം ഉണ്ടാക്കിയെന്നാണ്. അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നത് അന്നാളിൽ ഞാൻ ഏത് കുതിരയും സ്തംഭനം കൊണ്ട് ബാധിക്കും, യഹൂദാഗൃഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കും, ഏത് കുതിരയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഗോഗിനും കൂട്ടർക്കും അന്ധത ബാധിക്കുമെന്ന് പറയുമ്പോൾ പ്രിയരെ, അവരുടെ അണുവായുധ സംവിധാനങ്ങൾ, മിസൈൽ ഏർപ്പാടുകൾ എല്ലാം തന്നെ തകരാറിലാകുകയോ താറുമാറാകുകയോ ചെയ്യും. ഒരു ടോട്ടൽ കൺഫ്യൂഷൻ അവർക്ക് ദൈവം അവിടെ കൊടുക്കും. അവരുടെ യുദ്ധോപകരണങ്ങൾക്ക് അതിന് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ കാര്യം അവിടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഗോഗിന്റെ അഹങ്കാരത്തിനൊത്തവണ്ണം ദൈവം അവരോട് പ്രവർത്തിക്കും. അവന്റെ ചിറകനക്കുവാനോ ചുണ്ടു തുറക്കുവാനോ ഒന്ന് ചിലയ്ക്കുവാനോ അവസരം കൊടുക്കുന്നതിന് മുമ്പായി യുദ്ധവീരനായ യഹോവ തന്റെ വാൾ അവരുടെ മേൽ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കും. യഹോവ അരുളി ചെയ്യുന്നു, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. 3-ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ കടന്നു വരുന്ന ഗോഗ് അതികഠിനമായി മുറിവേൽക്കപ്പെടും. അവനും കൂട്ടരും ഇസ്രായേൽ പർവ്വതനിരകളിൽ വീഴും. പ്രിയരെ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ സഭയ്ക്കുള്ള സന്ദേശം എന്താണ്? യുദ്ധങ്ങളുടെ മേൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് ഇസ്രായേൽ യഥാസ്ഥാനപ്പെടണം. അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്. അപ്പോൾ സഭയോടുള്ള ഉടമ്പടിയോ? തന്റെ മണവാട്ടിയെ മടക്കി കൊണ്ടുപോകണം. അതോടൊപ്പം എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തെ വിളിച്ചു വരുത്തണം. അതിനായിട്ട് ഒരു മഹായുദ്ധം അനിവാര്യമാണ്. അത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. തുടർന്നുള്ള 7 വർഷങ്ങൾ അത് യുദ്ധങ്ങളുടെ നീണ്ട പരമ്പരകളായിരിക്കും. ഒടുവിൽ യുദ്ധങ്ങളുടെ എല്ലാം ആട്ടക്കലാശമായിട്ട് അർമഹദോൻ യുദ്ധവും ഉണ്ടാകും. അതോടെ യുദ്ധങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയാണ്. പിന്നെ 1000 ആണ്ടിന്റെ അവസാനത്തിൽ മറ്റൊരു യുദ്ധമുണ്ട്. പ്രിയരെ, ഇതിനൊക്കെ മുമ്പായി സഭ എടുക്കപ്പെടും. അതിനുശേഷവും ദൈവസഭകൾ ഇവിടെ ഉണ്ടായിരിക്കും. അവർ എതിർ ക്രിസ്തുവിനോട് ചേരേണ്ടതായിട്ടും വരും. സഹോദരി സഹോദര, ഈ കാലത്ത് തന്നെ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ക്രൂശിന്റെ ചൂട്ടിലേക്ക് കടന്നു ചെല്ലുക. രക്ഷകൻ താങ്കളെ കാത്ത് അവിടെയുണ്ട്. മാനസാന്തരപ്പെടുക. അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇനി കാലം അധികമില്ല, സമയവും അതിൽ അധികമില്ല. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ സമയമായിരിക്കുന്നു.
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.